ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ഉൾഗ്രാമമായ മേമാരി ആദിവാസി ഗ്രാമം ഒറ്റപ്പെടുന്നു. മേമാരി ഗ്രാമത്തിലേക്കുള്ള റോഡ് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതാണ് തിരിച്ചടിയായത്. റോഡ് നിർമ്മാണത്തിന് മണ്ണിളക്കിയതിനാൽ ചെറിയ മഴ പെയ്താൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ഉൾഗ്രാമമായ മേമാരി ആദിവാസി ഗ്രാമത്തിലേക്കുള്ള റോഡ് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത്. കാലവർഷം എത്തിയതോടെ ഈ റോഡിലൂടെ വാഹനം ഓടാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. മുമ്പ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായിരുന്ന ഭാഗത്ത് കാട്ടുകല്ല് അടുക്കിയിരുന്നു. കരാറുകാരൻ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത് മാറ്റിയാണ് റോഡ് ഫോം ചെയ്തത്. എന്നാൽ റോഡ് നിർമ്മാണം മുടങ്ങുകയും കാലവർഷം ആരംഭിക്കുകയും ചെയ്തതോടെ മേമാരിയിലേക്കുള്ള യാത്ര 25 വർഷം പിന്നോട്ട് പോയി. ഒരു മാസത്തിൽ പണി തുടങ്ങുകയും ഒരു മാസത്തോളം പണിത് ലാസ്റ്റ് അവരിട്ടിട്ട് പോവുകയും ചെയ്തു. അതിനകത്തൊരു പ്രശ്നം വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാട്ടുകല്ല് കൊണ്ട് കഴിഞ്ഞ 5-8 വർഷമായിട്ട് കാട്ടുകല്ല് കൊണ്ട് കെട്ടിയ റോഡ് ഇവർ JCB കൊണ്ട് മാന്തിക്കളഞ്ഞ്. അതുകൊണ്ട് ഈ കാലവർഷത്തിൽ ഞങ്ങൾ മേമാരി നിവാസികൾ 106 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഒരു ആശുപത്രിക്ക് പോകാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കല്ല് നേരത്തെ തന്നെ കാട്ടുകല്ല് കെട്ടി മാന്തിയിട്ടതായിരുന്നു. പക്ഷേ അത് JCB കൊണ്ട് മാന്തിക്കളഞ്ഞതുകൊണ്ട് ഇപ്പം പഴയ ഒരു 10-25 വർഷം മുമ്പത്തെ മേമാരിയായിപ്പോയി. യാതൊരുവിധ കാരണവശാലും മഴ പെയ്ത് വെള്ളം ഒലിപ്പിച്ച് കൊണ്ടുപോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രിക്ക് പോലും പോകാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ചങ്കലുവേദന എടുത്ത ഒരു പയ്യനെ കൊണ്ട് ആശുപത്രിക്ക് പോയത് രാത്രിക്ക് ഒരു 10-20 പേര് കൂടിയാണ് ഈ വണ്ടി തള്ളി കയറ്റിക്കൊണ്ടുവന്നത്. അന്നേരം ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾക്ക് ഉപ്പറയ്ക്ക് എത്താൻ പറ്റിയത്. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഉപ്പാറ ആശുപത്രിയിൽ എത്തേണ്ടതാണ്. പക്ഷേ ഈ സമയം ഞങ്ങൾക്ക് തീർത്തും മേമാരി ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. മണ്ണിളക്കിയിട്ടിരിക്കുന്നതിനാൽ മഴ ആരംഭിച്ചപ്പോൾ മുതൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. മേമാരി നിവാസികൾ ഒറ്റപ്പെട്ടു വനത്തിന്റെ നടുവിൽ ഇപ്പോൾ കഴിയുകയാണ്. കരാറുകാരനോ AEO വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല. മേമാരിയിലെ 103 കുടുംബങ്ങളോടാണ് കരാറുകാരൻ ക്രൂരത കാണിച്ചിരിക്കുന്നത്. 2021-22 പട്ടികവർഗ വികസന വകുപ്പാണ് അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചത്. ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി ജീവനോപാധികൾ മെച്ചപ്പെടുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കുന്നതിൽ തുടക്കം മുതൽ തടസ്സം നേരിട്ടിരുന്നു. നിലവിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്ത് റേഷൻ വാങ്ങൽ, ചികിത്സ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. വാഹനം ഓടാത്തതാണ് ഇതിന് കാരണം. റോഡ് നിർമ്മാണം മുടങ്ങിയിട്ടും അധികാരികൾ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. 103 കുടുംബങ്ങളുടെ ദുരിതം മനസ്സിലാക്കി കരാറുകാരനെ കൊണ്ട് റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.